ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസി ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രിസ്മസ് ഡെസ്ക് മേക്ക് ഓവറാണ് ചെയ്യുന്നത്. ക്രിസ്മസ് മന്ത് ആയപ്പോഴേ ഞാൻ വിചാരിച്ചു ഡെസ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാന്ന് അങ്ങനെ ചെയ്തതാണ്. ആദ്യം തന്നെ ക്ലീനിങ് ആണ്. ഇന്നലെ 2 ഷോർട്സ് ഒപ്പം എടുത്തതിൻ്റെയാണ് ആ ടേബിൾമ കാണുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം എല്ലാതും ഡെസ്ക് നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതായത് ഒരു ക്ലീൻ ക്യാൻവാസ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഈ സ്നോ ഗ്ലോബിൻ്റെ വീഡിയോ ആരെയും കാണാത്തുണ്ടെങ്കിൽ വേഗം കാണുക. ഇതിൽ നിന്ന് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്രേറ്റ് ബാസ്ക്കറ്റ് ക്ലീൻ ചെയ്യാം. കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവറിൽ ഞാൻ കരുതിയതായിരുന്നു ഇത് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. അതിലില്ലാത്ത ഒരു സാധനം ഉണ്ടാവില്ല, എല്ലാതും എടുത്ത് നേരെ അതിൽ കണ്ടിടലാണ്, കാണില്ല നിങ്ങൾ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ശരിക്കും ഈ ഡെസ്ക് മേക്ക് ഓവറിൽ ഈ ക്രേറ്റ് ബാസ്ക്കറ്റ് ഉൾപ്പെടുത്തണമെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ വെച്ച് നോക്കിയപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് അല്ലറച്ചിലെ സാധനങ്ങളൊക്കെ, അതായത് വാഷി ടേപ്പ് അങ്ങനത്തെ ഒക്കെ ഞാൻ ഇതിലാണ് വെച്ച് കൊടുക്കുന്നത്, ഈ ഒരു ചെറിയ പാത്രത്തിൽ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാത്രം തന്നെയാണ്. ഈ ഒരു പേപ്പർ ഫോൾഡറും നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിലും ഞാൻ അതിൽ നിന്നുള്ള ക്രയോൺസ് അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേയുള്ള സാധനങ്ങൾ ഇപ്പോൾ കുറച്ചാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ആ ക്രേറ്റ് ബാസ്ക്കറ്റിൽ ഒതുക്കി വെക്കണം. അതാണ് അടുത്ത പണി. കുറേ വേണ്ടാത്ത ബുക്സും ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ. അതൊക്കെ ഞാൻ അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബുക്സൊക്കെ ഞാൻ അതിൽ വെക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബുക്സാണ് ഞാൻ അതിൽ വെച്ച് കൊടുക്കുന്നത്. അതായത് ജേണൽ, ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന ബുക്ക് അങ്ങനെയൊക്കെ. ഇനി ഈ ഒരു ഭാഗമാണ് ക്ലീൻ ആക്കാനുള്ളത്. ഈ ഒരു ഭാഗത്ത് ഞാൻ എന്തെങ്കിലും അപ്പത്തിന് പണി കഴിഞ്ഞാൽ അങ്ങോട്ടാണ്ട് വെക്കും. കേടുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് വെക്കുക. ഞാൻ അവിടെയാണ് ക്ലീൻ ആക്കാണ്ട്. നിറച്ച് നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ക്ലീനാക്കി തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാൾമലാണ് പണിയുള്ളത്. ആദ്യം നമുക്ക് വാൾ പോസ്റ്റേഴ്സൊക്കെ വലിച്ചെടുക്കണം. കാരണം നമുക്കവിടെ ക്രിസ്മസ് തീമിലുള്ള വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ്. ഇനി ഈ സൈഡിൽ നിന്നുള്ള വാൾ പോസ്റ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡായി ചെയ്ത വാൾ പോസ്റ്റേഴ്സാണ്. അങ്ങനെ എല്ലാം എടുത്ത് കളയുന്നുണ്ട്. മേലുണ്ടായിരുന്ന ആ ഒരു ഇല പോലത്തതും നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അത് ഇവിടെ തുടച്ചതിനൊക്കെ ശേഷം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പോസ്റ്റേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിളൊന്ന് ക്ലീൻ ആക്കാം. ആദ്യം തന്നെ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടക്കുന്നുണ്ട്. നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് തുടച്ചാലും നാളെ ആകുമ്പോൾ ഉറപ്പായിട്ടും നല്ല പൊടി ഉണ്ടാവും. എങ്കിലും ഇന്ന് തുടച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ശരിക്കും കാണാൻ ഒരു ക്ലീൻ ക്യാൻവാസ് പോലെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ സൈഡും എല്ലായിടത്തും തുടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡെസ്ക് മേക്ക് ഓവറിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗാർലൻഡാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. പിൻട്രസ്റ്റിൽ ക്രിസ്മസ് ഡെസ്ക് മേക്ക് ഓവർ എന്ന് അടിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇൻസ്പോ വെച്ചിട്ട് ചെയ്തതാണിത്. ഗാർലൻഡ് ഞാൻ ഈ സൈഡ്സിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രീമെന്ന് ഇതുപോലെ ഫെയറി ലൈറ്റ് ഊരിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഗാർലൻഡിൻ്റെ ഉള്ളിൽ വെക്കാനാണ് ഇതുപോലെ. ഇനി നമുക്ക് ഈ വാൾസുമൊക്കെ പോവാം. ആദ്യം ഞാൻ ഈ വാൾസുമിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തുള്ളതാണ്. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചു എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പ്രിൻ്റ് എടുത്തുള്ളത്. അപ്പോൾ രണ്ടും ഓരോ സ്ഥലത്തേക്ക് എത്രണ്ണം വേണമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇനി ഓരോരോ പോസ്റ്റർ വീതം എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്നും നോക്കണ്ട. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ ഒട്ടിക്കുന്നത്. കാരണം ഇതൊക്കെ എല്ലാം ഒട്ടിച്ചതിന് ശേഷം ലാസ്റ്റ് എനിക്ക് എങ്ങനെ വേണോ അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റാർ നടുക്ക് വെക്കണം എന്നുണ്ട്. അങ്ങനെ ഞാൻ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡത്തെ വാളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസ്കൊക്കെ ഒന്ന് പോവാം. ഞാൻ ആദ്യം തന്നെ ട്രീ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ റെഡ് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് എനിക്കൊരു സ്റ്റാൻഡ് പോലെ ആക്കി വെക്കാനാണ്. എന്നിട്ട് കാർഡ്ബോർഡ് റോളുമെന്ന് ഇതുപോലെ 2 പീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടേബിളുമ്പോൾ ഒരു സ്റ്റാൻഡ് പോലെ വെക്കാൻ വിചാരിച്ചിട്ടാണ്. കാർഡ്ബോർഡ് റോളുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ അടിക്കുക, അല്ലെങ്കിൽ കളർ പേപ്പർ ചുറ്റുക. ഞാനതിന് പകരം ഇപ്പോൾ വാഷി ടാപ്പ് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ മറ്റേ റോളുമെന്നും ചെയ്തെടുക്കുക. അങ്ങനെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചതിന് ശേഷം 2 ഭാഗത്തും ആ ഒരു കാർഡ്ബോർഡ് റോള് വെക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. ഗാർലൻഡ് ഭാഗം ആദ്യം അടിയിലായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ മുകൾക്ക് എടുത്ത് വെച്ചാണ്, ഇല്ലെങ്കിൽ കാണൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുകൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ലൈറ്റൊക്കെ ഒന്ന് കാണുന്ന വിധത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഫെയറി ലൈറ്റ് റെഡിയാക്കലായിരുന്നു കുറച്ച് ടാസ്ക് ഉള്ള പരിപാടി. ഇനി കലണ്ടർ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സൈഡിൽ. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ക്രിസ്മസ് ഡെക്കോറിൻ്റെ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട്, ഡെസ്ക് ഡെക്കോർ. പിന്നെ ഈ ഒരു ക്ലേ കപ്പ് നമ്മൾ മുമ്പത്തെ ഡെസ്ക് മേക്കോറിൽ ഉണ്ടാക്കിയതാണെങ്കിലും റെഡും ഗ്രീനും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് മാച്ചായിരിക്കും വിചാരിച്ചിട്ട് വെച്ചാണ്, കുഴപ്പമില്ല.
പിന്നെ ഒരു സാന്റാക്ലോസിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിമൊക്കെ നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്യാം. ടാപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ്. റെഡ് കളർ പേപ്പർ വെച്ചിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പകുതി കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. ഒന്ന് മൂടിക്കും പിന്നെ അടിഭാഗത്ത് ഒട്ടിക്കാനും വേണ്ടിയിട്ടാണ്. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടും. ഞാൻ തന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കുറേ നേരം പിടിച്ചിട്ടാണ് അതൊന്ന് ഒട്ടി കിട്ടിയത്. ഇനി ആ പേപ്പറിൻ്റെ പീസ് നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ മൂടിയും അതുപോലെ തെർമോക്കോൾ ബോൾ വെച്ചിട്ടുണ്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് കൊടുക്കുക. അത് ഞാൻ ഈ സൈഡിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വന്നാലും ഫെയറി ലൈറ്റ് അടങ്ങിയിരിക്കില്ല. എന്നിട്ട് അതിനൊന്ന് റെഡിയാക്കേണ്ടി വരും. പിന്നെ ഞാൻ ഈ ഒരു ലാമ്പും വെച്ച് കൊടുക്കുന്നുണ്ട്, ഈ ഒരു കാൻഡിൽ ലാമ്പും. പിന്നെ ഈ സാധനത്തിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സീരീസിലെ ഓരോരോ എപ്പിസോഡ് വീതം ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാം അതൊക്കെ ഒന്ന് നമ്മുടെ വാൾമേലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഷോക്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്. ഞാനാകെ 4 എണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാവില്ല ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ടേബിളിൻ്റെ ഒരു മൂല മാത്രം നല്ല കൺജസ്റ്റഡ് ആയിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ ആ ഒരു ക്രിസ്മസ് ട്രീയും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചെയ്തേലൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം അതാണ്. അപ്പം നമ്മൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ എങ്ങനെയുണ്ട് ക്രിസ്മസ് ഡെസ്ക് മേക്ക് ഓവർ? ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.